അധ്യക്ഷൻ GM മഹേഷ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫിലിം സെൻസർ ബോർഡ് അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ഘാടകയായി ഡോക്ടർ ചാന്ദിനി സലീഷ്, പ്രശസ്ത നർത്തകിയും കോറിയോഗ്രാഫിയും ആണ്. അദ്ദേഹത്തെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗായത്രി നായർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നർത്തകിമാരെയും ഇത് ആസ്വദിക്കാൻ സന്നിധരായിട്ടുള്ള എല്ലാ കലാസഹോദരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷപദം അലങ്കരിക്കാൻ വേണ്ടി മഹേഷ് സാറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടക ഡോക്ടർ ചാന്ദിനി സലീഷ്, ശ്രീമതി കുമാരി ഗായത്രി നായർ, ശ്രീ നവനീത്, സ്വാഗതം ആശംസിച്ച സലീഷ് മാടപ്പാട്ട്, സ്നേഹനിധികളായ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന അഭ്യുദയാകാംക്ഷികളെ, കലാകാരന്മാരെ, കലാകാരികളെ വിനീത നമസ്കാരം. ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റ് എന്ന നിലയ്ക്ക് ഭരതനാട്യത്തിൻ്റെ ഒരു നൃത്ത ഉത്സവമാണ് ഈ ഉദ്ഘാടന സഭ കഴിഞ്ഞാൽ ഇവിടെ അരങ്ങേറുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഭാരതത്തിൽ കലകളെല്ലാം തന്നെ കേവലം കലാപ്രകടനങ്ങൾക്ക് വേണ്ടി രൂപപ്പെട്ടതല്ല, അല്ലെങ്കിൽ രൂപപ്പെടുത്തിയതല്ല. കലയ്ക്ക് വേണ്ടിയിട്ടല്ല ഭാരതത്തിൽ രൂപപ്പെട്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് കലയ്ക്ക് വേണ്ടി, കല ഉപജീവനമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയുണ്ട്. ഭാരതത്തിൽ കലയായാലും സാഹിത്യമായാലും ഈ രണ്ട് മേഖലകളും അടിസ്ഥാനപരമായി സത്യം, ശിവം, സുന്ദരം എന്ന 3 വാക്ത്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രൂപക്കൊണ്ടിട്ടുള്ളത്. അത് സച്ചിദാനന്ദം എന്ന് പറയുന്ന ഏകീഭവിക്കുന്ന ഏകവാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവക്ഷിക്കാവുന്നതാണ്. സത്യം ചിത്തത്തിൽ ഉണരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആനന്ദം, ഈ ആനന്ദം പരമാനന്ദം എന്ന് വിശേഷിപ്പിക്കാം. നൃത്തമായാലും സംഗീതമായാലും ഇത് ഒരു ഉപാസനയായിട്ടാണ് ഭാരതത്തിൽ ആചരിച്ചു വന്നിരുന്നത്. അതുകൊണ്ടാണ് സംഗീത ഉപാസന, നൃത്ത ഉപാസന എന്ന് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നൃത്ത ഉപാസന ചെയ്യുന്നവർ, സംഗീത ഉപാസന ചെയ്യുന്നവർ എത്ര കണ്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായ വസ്തുത. നൃത്തത്തിൻ്റെ ആത്മാവിനെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അത് വേദിയിൽ അഭിനയിച്ചവതരിപ്പിക്കുമ്പോൾ അഭിനേതാവും പ്രേക്ഷകരും ഒരേ സമയം ആനന്ദതുന്തിതമായ ഒരു അവസ്ഥയിലേക്ക് മാറും. പക്ഷെ അത് കേവല കലാ അവതരണ പ്രകടനമായാൽ ആ അവതരണം ചെയ്യുന്ന നർത്തകയും അത് ആസ്വദിക്കുന്നവർക്കും അത്തരത്തിൽ ആനന്ദം അനുഭവവേദ്യമാകുമോ എന്നത് പരിശോധിക്കണം. പക്ഷേ നൃത്ത ഉപാസന ചെയ്യുന്ന
ഒരു നർത്തകനോ നർത്തകിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന അന്തരാത്മാവിൻ്റെ ആവിഷ്കാരം, അത് ആ നൃത്ത പ്രകടനത്തിൽ നൃത്തം ചെയ്യുന്ന ആളിനും അതുപോലെ നൃത്തം കാണുന്ന പ്രേക്ഷകനും ഒരുപോലെ പ്രദായകമായിരിക്കും. ഭരത മുനിയുടെ സൃഷ്ടിയായതുകൊണ്ടാവാം ഭരതനാട്യം എന്ന പേര് വരാൻ കാരണം എന്ന ഒരു ഭാഷ്യം നിലവിലുണ്ട്. ഭാവരാഗ താളങ്ങളുടെ ലയത്തിനൊടുവിൽ നാട്യമെന്നു ചേർത്തുകൊണ്ട് ഭരതനാട്യം എന്ന വിവക്ഷയുമുണ്ട്. നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം ഭാവത്തിനും രസത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഇതിൽ രസമാണോ ഭാവമാണോ, രസമാണോ ഭാവത്തെ നൽകുന്നത്, ഭാവമാണോ രസത്തെ നൽകുന്നത് എന്ന ഒരു ചോദ്യം വന്നാൽ ചിലപ്പോൾ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന് നർത്തകർക്ക് സംശയമില്ലെങ്കിലും സാധാരണക്കാർക്ക്, പ്രേക്ഷകർക്ക്, സംഗീതത്തെ അടുത്തറിയാത്തവർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം. സംഗീത ഉപാസന ചെയ്യുന്നവർ, നൃത്ത ഉപാസന ചെയ്യുന്നവർക്ക് ആ ചോദ്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നവരസങ്ങൾ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന 9 രസങ്ങൾ, അതിൽ വീണ്ടും ഒരു തർക്കമുണ്ട്, അഷ്ടരസങ്ങളേ ഉള്ളൂ എന്നാണ്. ആ 9ാമത്തെ ശാന്തം എന്ന് പറയുന്ന രസം ബ്രഹ്മാദേവൻ ഭരതമുനിക്ക് ചൊല്ലിക്കൊടുത്തിട്ടില്ല എന്നും അത് പിന്നീട് എഴുതി ചേർത്തതാണ് എന്ന ഒരു ചിന്ത നാട്യശാസ്ത്രത്തിൽ 6ാം അധ്യായത്തിലെ രസവികൽപ്പം എന്ന ഭാഗത്ത് എഴുതി വ്യക്തമാക്കിയിട്ടുണ്ട് താൻ. പക്ഷെ ഈ രസങ്ങളെല്ലാം വളരെ ഉദാഹരണത്തിന് ഒരു രസം നൽകുന്ന അതിൻ്റെ ഔട്ട്പുട്ട് മറ്റൊന്നിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഉദാഹരണത്തിന് രാമായണത്തില് രാമൻ ശൈവചാപം ഈ അമ്പെടുത്ത് വീരഭാവത്തിൽ കുലയ്ക്കുന്ന സമയത്ത് അവിടെ വീരമാണ് ഭാവം. പക്ഷേ കാണുന്ന നമുക്കോ അത് അത്ഭുതമാണ്. അപ്പോൾ ഒരേ സമയത്ത് നർത്തകൻ അവതരിപ്പിക്കപ്പെടുന്ന ഭാവം ഒന്നാകുമ്പോൾ പ്രേക്ഷകൻ സ്വീകരിക്കപ്പെടുന്ന ഭാവം മറ്റൊന്നാണ്. ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ രാക്ഷസി, ഏതെങ്കിലും ഒരു രാക്ഷസൻ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ളൊരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സമയത്ത് ചോരയെല്ലാം ഇങ്ങനെ വാർന്നൊഴുകുന്ന സമയത്ത് അത് നമ്മൾക്കുണ്ടാകുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ അവിടെയോ ഭീഭത്സമായിട്ടുള്ള രൂപമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഈ രസം തന്നെ അവതരിപ്പിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ രസം, നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന പ്രമാണത്തെക്കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നൃത്തത്തെ ആസ്വദിക്കാൻ സാധിക്കൂ, ആസ്വാദനത്തിൽ നിന്നും നമുക്ക് ആനന്ദം ഉണ്ടാകുവാൻ സാധിക്കൂ. ഇത് രസത്തിൽ മാത്രമല്ല, ഇനി ഭാവത്തിലേക്ക് പോകുമ്പോഴോ ഭാവം 3 തരത്തിലാണ് എന്നാണ് പറയാറ്. ഭാവം, വിഭാവം, അനുഭാവം. വളരെ വലിയ അധ്യാപകരെല്ലാം നൃത്തമേഖലയിലുണ്ട്, വലിയ കലാകാരന്മാരുടെ സദസ്സിലാണ് ഇത് പറയുന്നതെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതൊരു പുതുമയോടെ കേൾക്കാൻ. അതുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഭാവം എന്ന് പറയുന്നത് ഭാവവും രസവുമാണല്ലോ നൃത്തത്തിന്റെ അടിസ്ഥാനം. ഭാവം എന്നത് എന്നർത്ഥം. അതിൽ വിഭാവം എന്നൊരു ഭാഗമുണ്ട്. അതായത് ഒരു കാരണം, ഒരു സന്ദർഭം ഉണ്ടാകണം. ആ സന്ദർഭത്തിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരാളൊരു ശോകം അഭിനയിക്കുകയാണ്, അതിനൊരു സന്ദർഭം വേണം. പെട്ടെന്ന് ഒരാൾ മരണപ്പെടുന്നു, ഒരാളുടെ വിയോഗം അല്ലെങ്കിൽ ധനനാശം, പുത്രനാശം,
ഇങ്ങനൊരു സന്ദർഭമാണ് ഈ വിഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് അനുഭാവം. അനുഭാവം ഈ ശ്ലോകം അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് ശ്ലോകം അവതരിപ്പിക്കപ്പെടേണ്ടത്, അത് നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്. അവിടെയാണ് അഭിനേതാവ് കരയുന്ന സമയത്ത്, തേങ്ങുന്ന സമയത്ത്, ദീർഘനിശ്വാസം വിടുന്ന സമയത്ത് നമുക്ക് അത് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് അനുഭാവം. ഇങ്ങനെ രസവും ഭാവവും ഒരു നൃത്തത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സത്തയെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു നർത്തകൻ നൃത്തം അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നർത്തകി നൃത്തം അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് നൃത്തം പൂർണ്ണമാകുന്നത്. ഇപ്പൊ ഭരതമുനി അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രം മുഴുവൻ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതീയ കലകളുടെ അടിസ്ഥാന തത്വത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടായിരുന്നു. അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഈശ്വരോപാസന എന്ന് പറയുന്ന മാതിരി സംഗീതവും നൃത്തത്തിൻ്റെയും ഉപാസന പ്രപഞ്ചശക്തിയിലേക്കുള്ള യാത്രയാണ്. ഏകാഗ്രമായ ചിന്ത, അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചതന്മാത്രകളും പഞ്ചേന്ദ്രിയങ്ങളും ഒരുപോലെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുക. മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇച്ഛാശക്തിയുള്ള ക്രിയാശക്തിയെ നമുക്ക് കൂടുതൽ ഗുണകരമാക്കാൻ സാധിക്കുന്ന ആത്മബോധവും ആത്മസ്ഥൈര്യവും ആത്മാഭിമാനവുമുള്ള ഒരു കലാകാരൻ, അത് ഒരു സമൂഹത്തിന് ഗുണകരമാകും. ഞാൻ ആദ്യം പറഞ്ഞതിൽ അവസാനിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞു തുടങ്ങിയത് കലയ്ക്ക് വേണ്ടിയിട്ടല്ല, കല സാമാജിക പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. എത്തരത്തിലാണ് പരിവർത്തനം നടത്തേണ്ടത്? അവരുടെ ഉള്ളിൽ ആനന്ദം നമ്മൾ നൽകിക്കൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ആ യാഥാർത്ഥ്യത്തെ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഓരോ നർത്തകൻ്റെയും ജീവിതം. അത് കലയ്ക്ക് വേണ്ടിയായപ്പോൾ പേരായി, പേരിന് വേണ്ടിയായി, പെരുമയ്ക്ക് വേണ്ടിയായി, പ്രശസ്തിക്ക് വേണ്ടിയിട്ടായി, ഉപജീവനത്തിനു വേണ്ടിയായി, പണത്തിനു വേണ്ടിയായി. പേരും പെരുമയും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി കലയെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അർത്ഥം അല്ലെങ്കിൽ പണം നമുക്ക് വേണം, പക്ഷേ അത് വലിയൊരു ഉപാസനയെ ഒരു വിൽപ്പന ചരക്കാക്കുകയല്ല വേണ്ടത്, മറിച്ച് ദക്ഷിണ വാങ്ങിക്കൊണ്ട് നമുക്ക് നടത്താം. അതുകൊണ്ട് ₹1 ഒരു മാസത്തേക്ക് ദക്ഷിണ കൊടുത്താൽ ആ നൃത്താധ്യാപികയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കലാകാരൻ്റെ മനസ്സ്, അവരുടെ ചിന്ത സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും വിഭിന്നമായിരിക്കണം, വ്യത്യസ്തമായിരിക്കണം. അവർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാകണം. ഞാനൊരു നർത്തകിയാണെങ്കിൽ നർത്തകി എന്ന നിലക്ക് എൻ്റെ സമൂഹത്തോട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട്, കടമയുണ്ട് എന്ന പൂർണ്ണ ബോധത്തോടെ ആയിരിക്കണം ഓരോ നിമിഷവും ഒരു കലാകാരൻ്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഞാൻ സാധാരണ ഒരാളിൽ നിന്നും വ്യത്യസ്തനാണ്. കാരണം ഞാൻ ധാർമ്മിക ബോധവും മൂല്യവും ഉള്ള മഹത്തായ ഒരു കലയുടെ പിന്തുടർച്ചക്കാരനാണ്. വക്താവും പ്രയോക്താവും ഞാനൊരു കലാകാരിയാണ്, ഞാനൊരു കലാകാരനാണ് എന്നതിൽ ആത്മാഭിമാനം ഉണ്ടാകുന്നതോടൊപ്പം നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അവരുടെ ഉള്ളിൽ ആത്മാഭിമാനം വളർത്താൻ, ആത്മബോധം വളർത്താൻ, ആത്മസ്ഥൈര്യം വളർത്താൻ, ഒരു സമൂഹത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് എൻ്റെ എന്ത് കോൺട്രിബ്യൂഷനാണ് എനിക്ക് നൽകേണ്ടത് എന്ന് സദാ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു കലാകാരൻ. അതാണ് കലയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പരിപാടിയിലെ അധ്യക്ഷ പ്രസംഗം ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സവിനയം അവരോട് ക്ഷമ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം പ്രസംഗം നടത്താൻ വേണ്ടി ഡോക്ടർ ചാന്ദിനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ മഹേഷ് സാർ, ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്ന കുമാരി ഗായത്രി, സ്വാഗതം ആശംസിച്ച എൻ്റെ ജീവൻ്റെ പാതി സലീഷ്, നന്ദി രേഖപ്പെടുത്തുവാൻ എത്തിച്ചേർന്ന കുമാരി ശരണ്യ, ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ഭാരവാഹികൾ
ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റിൻ്റെ മത്സരാർത്ഥികളായ അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരികളായി എത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ, വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ക്ലാസിക്കൽ ഡാൻസ് ഇസ് നോട്ട് ജസ്റ്റ് ആൻ ആർട്ട്. ക്ലാസിക്കൽ നൃത്തം ഒരു കലാരൂപം മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന നമ്മളുടെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു നൃത്തരൂപമാണ്. കലയെല്ലാം അങ്ങനെയാണ്. നമ്മൾക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കല എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. ആരോഗ്യമുള്ള ഒരു ജീവിതത്തെ, ആരോഗ്യമുള്ള ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ ഒരു പരിധിവരെ കലയ്ക്ക് സാധിക്കും. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഈ മത്സരാർത്ഥികൾക്കും ഓരോ ഭരതനാട്യം നർത്തകർക്കും കൂടാതെ എല്ലാ കലാകാരന്മാർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഈ ട്രാവൻകൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തതായി ഞാനിവിടെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഗായത്രി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്നിവിടെ മത്സരിക്കാൻ വന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ട്രാവൻകൂർ ഡാൻസ് ഫെസ്റ്റിൻ്റെ സംഘാടകർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. അടുത്തത് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി കൗമുദി ടിവിയുടെ റിപ്പോർട്ടർ ജിജി ലൂയിസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ പരിപാടിക്ക് വന്നിട്ടുള്ള സുമനസ്സുകളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു ആശംസ പറയാനോ പ്രസംഗിക്കാനോ ഒരു മൂഡിലല്ല ഞാനിവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവത്തിൽ ആശംസ പറയണമെന്ന് അദ്ദേഹം അറിയിച്ചത്. നൃത്തത്തെക്കുറിച്ചോ കലയെക്കുറിച്ചോ എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ള അറിവ് അത്രയും ഇല്ല. എന്നിരുന്നാലും കലയ്ക്ക് വേണ്ടി ജീവിതം തുടങ്ങി വച്ചവരും ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നവരും അതൊരു ഉപാസനയായി സ്വീകരിച്ചവരും അവരെ സ്നേഹിക്കുന്നവരും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശരണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഈ സായം സന്ധ്യയിൽ നൃത്തോത്സവത്തിന് എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്വാഗതം പറയുന്നത് സലീഷ് മാടപ്പാട്ട് നാടക സംവിധായകനാണ് സാറ്. പിന്നെ ഡോക്ടർ ചാന്ദിനി സലീഷ് മാം, ഡയറക്ടർ ശ്രീ മൂകാംബിക സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് തൃശ്ശൂർ, മാമിനും നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷൻ GM മഹേഷ്, ഫിലിം സെൻസർ ബോർഡ് അംഗമാണ് സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ജൂലി ജൂക്കോസ്, കൗമുദി പത്രം റിപ്പോർട്ടർ, സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഗായത്രി നായർ, ഡയറക്ടർ നൃത്തസാധന, മാമിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാ കുരുന്നുകൾക്കും നല്ലൊരു കോമ്പറ്റീഷനാവട്ടെ, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു എവരി വൺ.